ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ആദരിക്കുക. ഇത് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ട സംഗതിയാണ്. മുസ്ലിം സമൂഹം അത് പുലർത്താൻ ബാധ്യസ്ഥരുമാണ്. അതിന്റെ ഒരു ചെറിയ അളവിലെ പ്രയോഗമാണ് അവിടുത്തെ പേര് പറയുമ്പോൾ എല്ലാവരുടെയും പേര് പോലെ അല്ല അത്. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. സൂറത്തു നൂർ 63, ലാ തജഅലൂ ദുആഅർ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദൻ. തിരുനബിയെ സംബോധിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പരസ്പരം സംബോധിക്കുന്നത് പോലെ വിളിക്കുന്നത് പോലെ വിളിക്കരുത്. അതിന്റെ മറ്റൊരർത്ഥം റസൂലുള്ളാഹിയെ നിങ്ങൾ വിളിക്കണം. അങ്ങനെ വിളിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ആദരവില്ലാതെ ബഹുമാന സൂചകമല്ലാതെ വിളിക്കരുത് എന്നാ. അപ്പൊ വിളിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ ധ്വനി. വിളിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ലാ തജഅലൂ ദുആഅർ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദൻ. നിങ്ങൾ പരസ്പരം പറയുന്ന പ്രയോഗത്തിലൊന്നും അല്ല. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഇനി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല വിളിച്ചതും സംബോധിച്ചതും എത്ര ആദര സൂചകമായിട്ടാണ്. യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഓമന പേര്, ബഹുമാന, ആദരത്തിന്റെ അങ്ങേയറ്റത്തെ പ്രയോഗങ്ങൾ. ഇത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത് മുഅ്മിനീങ്ങൾ ഉൾക്കൊള്ളാൻ തന്നെയാണ്.